ഇന്നത്തെ രാത്രി സന്ദേശത്തിലൂടെ ഓരോ ഹിന്ദുവിനോടും ഭാരതീയ പൈതൃകത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും മധ്യപക്ഷത്തോടും പറയാനുള്ളത്, വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെയും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മന്റെയും ജീവചരിത്രമാണ്. പാണ്ഡ്യവംശത്തില് തമിഴ്നാട്ടിലെ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്ത് നൂറുകണക്കിന് സൂപ്പർ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയ പാണ്ഡ്യവംശം, ചോള ചേര പാണ്ഡ്യവംശത്തിൽ പാണ്ഡ്യവംശ രാജാക്കന്മാരെ പോലും മഹാഭാരതത്തിൽ പോലും അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ട് വളർന്ന ആ പാണ്ഡ്യവംശത്തിലെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള രണ്ട് രാജാക്കന്മാരായിരുന്നു സുന്ദരപാണ്ഡ്യനും പാണ്ഡ്യ കട്ടബൊമ്മൻ. സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനും അത് വീരപാണ്ഡ്യ കട്ടബൊമ്മനും. ഞാൻ ആ വാക്കുകൾ അല്പം തപ്പിപ്പോയി. വീരപാണ്ഡ്യ കട്ടബൊമ്മനും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനും രണ്ടുപേരും വീരശൂര പരാക്രമികളായിരുന്നു. നല്ല സഹോദരന്മാരായിരുന്നു, പരസ്പരം ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായിരുന്നു. പക്ഷെ മല്ലിക് കഫൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം, താറാ മുസ്ലിം, ഡൽഹിയിൽ നിന്ന് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന് മധുര മീനാക്ഷി ക്ഷേത്രം കൊള്ളയടിക്കാൻ വന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും സ്വർണവുമുള്ള മധുര മീനാക്ഷി ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ അയാൾ അവിടെ നിന്ന് വന്നപ്പോൾ അയാൾക്ക് ചോറും വെള്ളവും കൊടുത്തത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഈ മല്ലിക് കഫൂറിന് ചോറും വെള്ളവും കൊടുത്തത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. വിജയനഗര സാമ്രാജ്യത്തെ ഉൾപ്പെടെ തകർത്തുകൊണ്ട് അയാള് മധുര മീനാക്ഷി ക്ഷേത്രം ആക്രമിക്കാൻ വന്നപ്പോൾ ഈ സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനും വീരപാണ്ഡ്യ കട്ടബൊമ്മനും നല്ല ബന്ധത്തിലൂടെ അയാളെ പ്രതിരോധിച്ചു. അന്ത്യത്തില് ഈ രണ്ട് സഹോദരന്മാരെ തമ്മിൽ അയാൾ പിരിച്ചു. അയാളുടേതായിട്ടുള്ള ആ മുസ്ലിമിൻ്റെതായിട്ടുള്ള രീതിയിൽ ഹിന്ദുക്കളെ തമ്മിൽ വിഘടിപ്പിച്ച് വീരപാണ്ഡ്യ കട്ടബൊമ്മനെയും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനെയും തമ്മിൽ തിരിച്ച് സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനെ സപ്പോർട്ട് ചെയ്ത് വീരപാണ്ഡ്യനെതിരായിട്ട് യുദ്ധം ചെയ്ത് വീരപാണ്ഡ്യനെ കൊന്ന് പിന്നെ മൊത്തം മധുര മീനാക്ഷി ക്ഷേത്രം കൊള്ളയടിച്ച് സുന്ദരപാണ്ഡ്യനെയും കൊന്നിട്ട് മല്ലിക് കഫൂർ പോയി. ഇത് ഹിന്ദുക്കൾക്ക് കഴിഞ്ഞ 1000 വർഷമായിട്ട് നടക്കുന്നതാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നതും ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളെ വിഘടിപ്പിച്ചിട്ടാണ്. ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് തന്നെ ഹിന്ദുക്കളെ വിഘടിപ്പിച്ചു. അങ്ങേര് മിനിഞ്ഞാന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പന്റെ അവിടെ ശബരിമലയിൽ നടത്തിയ സമരവും എല്ലാം എലക്ഷനും രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. ആ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ളവരാണ് ഈ നാടിന്റെ ശാപം എന്ന് വരെ പറയേണ്ടി വരും. SNDPക്ക് അയാളെ ചുമക്കേണ്ടി വന്നത്, അദ്ദേഹത്തിനെ ചുമക്കേണ്ടി വന്നത് ഗതികേട് കൊണ്ടാണ്. സ്ഥലകാല ബോധമില്ലാതെ അവനവന്റെ അവനവനുണ്ടാക്കിയ പാർട്ടിയിൽ 5-6 MP ഇലക്ഷന് നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നത്. മാത്രമല്ല, നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒറ്റച്ചരടിൽ കോർക്കെന്ന് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഹിന്ദുക്കൾക്കെതിരെ. അയാളെ കൊണ്ട് തന്നെ മതിലുണ്ടാക്കിപ്പിച്ചു. മതിലുണ്ടാക്കിയ ദിവസം തന്നെ ശബരിമലയിലെ ഫെമിനിസ്റ്റുകളെ കയറ്റി. ഇതെല്ലാം നടന്നിട്ടും ഈ മനുഷ്യൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഒരു സമൂഹത്തിന്റെ ഗതികേടാണ് ഇത്. അങ്ങനെ ഒരു ഗതികേടാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മനെയും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനെയും ഇതുപോലെ വിഘടിപ്പിച്ചിട്ട് ഒരാളെ നശിപ്പിച്ചിട്ട് മറ്റയാളെ കൊണ്ട് നശിപ്പിച്ചിട്ട് മറ്റയാളെയും കൊന്നിട്ടാണ് മല്ലിക് കഫൂർ എന്ന വിദേശ മുസ്ലിം, ഡൽഹി ഭരിച്ചിരുന്ന മുസ്ലിം ഇവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയതും വിജയനഗര സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയതും. ഇന്നും പച്ചക്കൊടി പിടിച്ച് പ്രൊസഷൻ നടത്തുന്നവരുണ്ട്, അറിയണം. ചത്ത കുതിരയാണെന്ന് നെഹ്റു പറഞ്ഞ ആ പലതിൻ്റെയും പുറകിലുള്ള വാക്കുകളും വരികളും പ്രവൃത്തികളും ഒക്കെ അറിയണം. ഈ നാട്ടിൽ ജീവിച്ച് നമ്മുടെ ശത്രു രാജ്യക്കാരോട് സ്നേഹവും ബഹുമാനവും കാണിക്കുന്നു എങ്കിൽ അവരെയും കുറിച്ച് അറിയണം. ഈ നാട് ഭരിച്ചിരുന്ന ധർമ്മബോധമുള്ളവരെ വിഘടിപ്പിച്ച് അവരെ പരസ്പരം തമ്മിലടിപ്പിച്ച് കൊല്ലാനും ചാവാനും വേണ്ടി തയ്യാറാക്കിയ അതിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് അറിയണം. ഇന്നത്തെ രാത്രി സന്ദേശത്തില് വികാരത്തിന്റെ പുറത്തല്ല, ഭാരതത്തിന് എന്തുകൊണ്ട് വിദേശാക്രമണത്തിൽ പരാജയം സംഭവിക്കുന്നു എന്നതറിയാൻ ഇവിടെ നടക്കുന്നത് ഹിന്ദുക്കളെ തമ്മിൽ അടിപ്പിച്ച് ഒരാളെ കൊന്ന് മറ്റാളിലൂടെ കാര്യം നേടി അയാളെ കൊന്ന് തിരിച്ചു പോകലാണ്. അതാണ് പൃഥ്വിരാജും അമ്പിയുമൊക്കെ പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് വിദേശികൾ വരാൻ കാരണമായത്.
ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തിരുന്നില്ല. യുദ്ധം ചെയ്യാനായിട്ട് വിദേശികൾ പ്രേരിപ്പിച്ച് തമ്മിൽ വിഘടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. നമ്മുടെ രാത്രി സന്ദേശത്തിൽ ഇതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. പ്രണാമം.